ഏറ്റവും ബഹുമാനമുള്ള ഉസ്താദ് അവറുകളെ, ആദരണീയരായ പണ്ഡിതന്മാരെ, സ്നേഹസമ്പന്നരായ സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, അള്ളാഹുവിന്റെ അപാരമായ അനുഗ്രഹം കൊണ്ട് മുസ്ലിങ്ങളായി ജനിക്കുവാൻ ഭാഗ്യം ലഭിച്ചവരാണ് നമ്മളെല്ലാവരും. ലോകത്ത് ഇന്ന് ജീവിച്ചിരിപ്പുള്ള 600 കോടി മനുഷ്യരിൽ അള്ളാഹുവിന്റെ ഹിദായത്തിന് വേണ്ടി അവൻ തിരഞ്ഞെടുത്തിട്ടുള്ളത് കേവലം 100 കോടി അല്ലെങ്കിൽ 140 കോടി മുസ്ലിമീങ്ങളെയാണ്. അവശേഷിക്കുന്ന 460 കോടി മനുഷ്യരും അള്ളാഹുവിന്റെ ഹിദായത്തിലേക്ക് വരാൻ ഭാഗ്യം ലഭിക്കാതെ അമുസ്ലിമീങ്ങളായി ജീവിതം തള്ളി നീക്കുന്നവരാണ്. ഇത്രയും വലിയ ഒരു ജനവിഭാഗത്തിൽ നിന്ന് മുസ്ലിമീങ്ങളാകുവാൻ അള്ളാഹു തെരഞ്ഞെടുത്ത ന്യൂനപക്ഷത്തിൽ അംഗങ്ങളായി ചേരാൻ നമുക്ക് ഭാഗ്യമുണ്ടായി എന്നതാണ് അള്ളാഹു നമുക്ക് നൽകിയ ഏറ്റവും വലിയ അനുഗ്രഹം. ഒരു മുസ്ലിമായ മനുഷ്യൻ തന്റെ ജീവിതകാലം മുഴുവനും അള്ളാഹുവിന് ശുക്ർ ചെയ്താൽ, നന്ദി രേഖപ്പെടുത്തിയാൽ മതിയാകാത്ത വിധം വലിയ അനുഗ്രഹമാണ് ഇസ്ലാമിലൂടെ അള്ളാഹു നമുക്ക് നൽകിയിട്ടുള്ളത്. ഈ അനുഗ്രഹം നൽകി നമ്മെ അനുഗ്രഹിച്ചതിന് ശേഷം അള്ളാഹു അവന്റെ വിശുദ്ധ ഖുർആനിലൂടെ നമ്മോട് ഒരു വസിയ്യത്ത് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ അള്ളാഹുവിനെ പേടിച്ച് തഖ്വ ചെയ്ത് ജീവിക്കണം. മരണപ്പെടുന്ന സമയത്ത് മുസ്ലിമീങ്ങളായല്ലാതെ നിങ്ങൾ മരിക്കാൻ പാടില്ല. വലാ തമൂതുന്ന ഇല്ലാ വ അൻതും മുസ്ലിമൂൻ. മരണപ്പെടുമ്പോൾ മുസ്ലിമീങ്ങളായി മാത്രമേ നിങ്ങൾ മരിക്കാവൂ എന്ന് പരിശുദ്ധ ഖുർആൻ നമ്മോട് വസിയ്യത്ത് ചെയ്തിട്ടുണ്ട്. ജീവിതത്തിൽ നല്ല കാര്യങ്ങൾ ചെയ്ത് നല്ലത് വിശ്വസിച്ച് ഹിദായത്തിലൂടെ റബ്ബ് നമുക്ക് നൽകിയ അനുഗ്രഹത്തിന് നന്ദി പറഞ്ഞ് ഒടുവിൽ മരണപ്പെടുമ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹു എന്ന കലിമ ചൊല്ലി സന്തോഷത്തോടെ മരിക്കണം എന്നാണ് നമ്മുടെയൊക്കെ ആഗ്രഹം. അങ്ങനെ മരിക്കണമെന്ന് ഖുർആനിലൂടെ അള്ളാഹു നമ്മോട് വസിയ്യത്ത് ചെയ്യുന്നു. ഇത്തരം ഒരു സാഹചര്യത്തിൽ മുസ്ലിമീങ്ങളായ നമ്മുടെ മഹത്തായ ഈ ആഗ്രഹം സാധിച്ച് നമുക്ക് മരിക്കണമെങ്കിൽ 1-2 കാര്യങ്ങൾ പ്രധാനമായും നാം ശ്രദ്ധിക്കണം. ഒന്നാമതായി, ഇസ്ലാമിന്റെ വിശ്വാസപരമായ കാര്യങ്ങൾ. രണ്ടാമതായി, കർമ്മപരമായ വിഷയങ്ങൾ. ഇത് രണ്ടും പൂർണ്ണമായും കൃത്യമായും അനുസരിച്ചും അംഗീകരിച്ചും ജീവിക്കുമ്പോഴാണ് ഖുർആനിലൂടെ റബ്ബ് പറഞ്ഞ വസിയ്യത്ത് പാലിച്ചുകൊണ്ട് നമുക്ക് മരിക്കാനാവുക. ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം കർമ്മങ്ങളെക്കാൾ ഉപരി വിശ്വാസത്തിന് പ്രാധാന്യം നൽകുന്ന മതമാണ് പരിശുദ്ധ ഇസ്ലാം. കർമ്മത്തിന് അതിൻ്റെതായ പ്രാധാന്യമുണ്ട്, അത് നിഷേധിക്കുകയല്ല. അതേസമയം കർമ്മങ്ങളിൽ സംഭവിക്കുന്ന അബദ്ധങ്ങൾ അല്ലാഹു തആല നമുക്ക് പുറത്തു തന്നേക്കും. വിശ്വാസ കാര്യങ്ങളിൽ സംഭവിക്കുന്ന അബദ്ധങ്ങൾ അല്ലാഹു ഒരിക്കലും പുറത്തു തരികയില്ല. അതുകൊണ്ടാണ് കർമ്മത്തേക്കാൾ ഉപരി വിശ്വാസത്തിന് പ്രാധാന്യമുണ്ടെന്ന് നാം പറയാൻ കാരണം. അപ്പോൾ പ്രധാനമായും ഖുർആനിലൂടെ റബ്ബ് മുസ്ലിമീങ്ങളോട് പറയുന്ന ഈ വസിയ്യത്ത് പാലിച്ച് നമുക്ക് മരിക്കാനാകണമെങ്കിൽ നമ്മുടെ വിശ്വാസപരമായ കാര്യങ്ങൾ കളങ്കമറ്റതായിരിക്കണം. ഒരു കളങ്കവും കടന്നുകൂടാത്ത നിഷ്കളങ്കമായ വിശ്വാസത്തിന്റെ ഉടമകളായിരിക്കണം നാം.
വിശ്വാസപരമായ കാര്യങ്ങളിൽ കലർപ്പുകൾ വന്നു പോയാൽ, കളങ്കം സംഭവിച്ചു പോയാൽ, നേരത്തെ ഖുർആൻ നമ്മോട് വസിയ്യത്ത് ചെയ്ത ഈ ഉപദേശം മാനിച്ചുകൊണ്ട് മരിക്കാൻ നമുക്കാവുകയില്ല. കേരളത്തിലുടനീളം നടന്നുകൊണ്ടിരിക്കുന്ന മുഖാമുഖം പരിപാടികളിലൂടെ സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകന്മാർ ബഹുജനങ്ങളെ ഉത്ബോധിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഈ സത്യമാണ്. സമസ്ത കേരള സുന്നി യുവജന സംഘത്തിന്റെയും SSFന്റെയും ആഭിമുഖ്യത്തിൽ കേരളത്തിൽ ഇപ്പോൾ നടന്നുവരുന്ന മുഖാമുഖം പരിപാടിയിൽ സാധാരണക്കാരായ സഹോദരന്മാരെ വളരെ ഗൗരവത്തോടെ തന്നെ നാം ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്, കർമ്മപരമായ കാര്യങ്ങളിൽ സംഭവിക്കുന്ന അബദ്ധങ്ങൾ അള്ളാഹു നമുക്ക് പുറത്തു തന്നേക്കും. വിശ്വാസപരമായ കാര്യങ്ങളിൽ സംഭവിക്കുന്ന അബദ്ധങ്ങൾ അള്ളാഹു പൊറുക്കുകയില്ല. അതുകൊണ്ട് വിശ്വാസം എപ്പോഴും പരമപരിശുദ്ധമായിരിക്കണം. എന്താണ് ഇസ്ലാമിന്റെ വിശ്വാസം? നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ ലാ ഇലാഹ ഇല്ലല്ലാഹു എന്നതാണ് ഇസ്ലാമിന്റെ അടിസ്ഥാന ആശയം. അല്ലാഹു അല്ലാതെ ആരാധിക്കപ്പെടാൻ അർഹനായി മറ്റാരുമില്ല. ലാ ഇലാഹ ഇല്ലല്ലാഹു എന്നതുകൊണ്ട് വിളംബരപ്പെടുത്തപ്പെടുന്ന, പ്രഖ്യാപിക്കപ്പെടുന്ന ആശയമാണ് ഇസ്ലാമിന്റെ തൗഹീദ്. ഈ തൗഹീദ് ഏതെങ്കിലും ഒരു സുപ്രഭാതത്തിൽ ഇങ്ങനെ ഒരു സമ്മേളനം വിളിച്ചുകൂട്ടി അള്ളാഹു നേരിട്ടിറങ്ങി വന്ന് നമ്മോട് പറഞ്ഞിട്ടുള്ളതല്ല. ലാ ഇലാഹ ഇല്ലല്ലാഹു എന്ന് അള്ളാഹു നേരിട്ടിറങ്ങി വന്ന് ഒരു സമ്മേളനത്തിൽ വെച്ച് പ്രസംഗിച്ചതല്ല. ഞാൻ അള്ളാഹുവാണ്, എന്നെ നിങ്ങൾ ആരാധിക്കണം, ഇത് മുഹമ്മദ് നബിയാണ്, ഇദ്ദേഹത്തെ നിങ്ങൾ സ്വീകരിക്കണം എന്ന് അള്ളാഹു എവിടെയെങ്കിലും പ്രസംഗിച്ചതായി ഒരു സമ്മേളനത്തിൽ വെച്ച് പ്രസ്താവിച്ചതായി നാം വായിച്ചിട്ടില്ല. എങ്കിൽ ഇസ്ലാം അടിസ്ഥാനപരമായി ഉദ്ഘോഷിക്കുന്ന ലാ ഇലാഹ ഇല്ലല്ലാഹു എന്ന ഈ തൗഹീദ് മുസ്ലിമീങ്ങളായ നമുക്ക് എവിടെ നിന്ന് ലഭിച്ചു? വളരെ വ്യക്തമാണ്. മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാം മുഖേന ഭൂമി ലോകത്ത് ജീവിക്കുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് അള്ളാഹുവിൽ നിന്ന് അവതരിപ്പിക്കപ്പെടുന്ന വഹയിലൂടെയാണ്, ദിവ്യ സന്ദേശത്തിലൂടെയാണ് ലാ ഇലാഹ ഇല്ലല്ലാഹു എന്ന ആശയം മനുഷ്യലോകത്തിന് ലഭിക്കുന്നത്.